എങ്കിൽ തന്നെയും നമുക്കറിയാം നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതികൾ പലതും ഈ 3 ജില്ലയിൽ കൂടുതലും നമുക്കറിയാം റബ്ബർ കർഷകരാണ്. കൂടുതലും റബ്ബറിൻ്റെ ഒരു വരുമാനത്തെയാണ് നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് റബ്ബർ കർഷകർക്ക് സാമ്പത്തികം വളരെ കുറവായതിനാൽ നമുക്ക് അവർക്ക് വേണ്ടത്ര വളം ചെയ്തുകൊണ്ട് അവിടെ ഒരു കൂടുതൽ കറ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. നമസ്കാരം. നമ്മുടെ വാലിയൻ്റ് ചാനലിൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്തിലെ 11-ാം വാർഡായ വെട്ടിക്കാനം വാർഡിലാണ്. വെട്ടിക്കാനം വാർഡിലെ LDF സ്ഥാനാർത്ഥി ബിസ്മി സൈനുദ്ദീനൊപ്പം നമ്മുടെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? സാധാരണക്കാരനെ ബാധിക്കുന്ന എന്നുള്ള രീതിയിലുള്ള 2-3 ചോദ്യങ്ങളൊന്നും ഉള്ളൂ. അതിൻ്റെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ മറുപടികളാണ്. ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം, ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ? ഇല്ല എങ്കിൽ താങ്കൾ ജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നതാണ്? ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചത് തികച്ചും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു വീട് എന്ന സ്വപ്നം പൂർത്തിയാക്കാമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. എന്നാൽ 400 മുതൽ 600 സ്ക്വയർ ഫീറ്റ് വരെ വീട് പണിതുകൊണ്ട് അവരുടെ ഒരു ചെറിയൊരു കുടുംബത്തിന് കഴിയാനുള്ള ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൂടി 4 ലക്ഷം രൂപയ്ക്ക് അപ്രാപ്യമാണ്. എങ്കിൽ തന്നെയും നമുക്കറിയാം, നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതികളിൽ പലതും നമ്മുടെ ഗുണഭോക്തൃ വീതം കൂടി നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്താറുണ്ട്. മിക്ക പദ്ധതികളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. അതുകൂടാതെ തന്നെ 4 ലക്ഷം രൂപ നമുക്ക് സർക്കാർ നൽകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് NREGയുടെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 പണി ചെയ്യാൻ പറ്റും. അപ്പം 370 × 100 37,000 രൂപ നമുക്ക് അതിൽ വകയിരുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ടോയ്ലറ്റ് പണിയാൻ വേണ്ടി 12,000 മുതൽ 15,000 രൂപ വരെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സോക്ക് പിറ്റ്, അടുക്കളയിൽ നിന്ന് വെള്ളം വേസ്റ്റ് വെള്ളം കളയുന്ന സോക്ക് പിറ്റ് 8,000 രൂപ. പിന്നെ കമ്പോസ്റ്റ് പിറ്റ് ഒരു 7,000-8,000 രൂപ. അങ്ങനെ ഏകദേശം ഒരു 4,65,000 രൂപയോളം ഏകദേശം ഒരു ലൈഫിന്റെ ഗുണഭോക്താവിന് കിട്ടുന്നുണ്ട്. അന്നേരം അതും നമ്മുടെ ഗുണഭോക്താവിന്റെ വിഹിതം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു 400-600 സ്ക്വയർ ഫീറ്റ് താഴെ, അതായത് 400 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒരു വീട് പണിയാനായിട്ട് സാധിക്കും. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരം എനിക്ക് പറയാനുള്ളത്. എങ്കിൽ തന്നെയും നമുക്കറിയാം, എല്ലാ വീടുകളും പണിയുമ്പോൾ പലപ്പോഴും ഇതിനേക്കാൾ കൂടുതൽ തുക വകയിരുത്തേണ്ടതായിട്ട് വരുമെന്ന് നമുക്കറിയാം. അതിനാവശ്യമായ സഹകരണം നമുക്ക് തുടർന്നുള്ള നമ്മുടെ സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുള്ള എല്ലാവിധ കൂട്ടി കൂടുതൽ ലഭിക്കുന്നതിനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മൾ പ്രത്യേകിച്ച് റബ്ബർ കൃഷി എന്ന് ഉദ്ദേശിച്ച് വേറൊന്നുമില്ല, നമ്മുടെ ചുറ്റുപാട് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നമ്മൾ കാണുന്ന റബ്ബറാണ്, നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്ന റബ്ബറാണ്, നമ്മുടെ ഏരിയയിലുള്ള റബ്ബറാണ്. അതുകൊണ്ട് മാത്രം ഉള്ളൂ അങ്ങനെ ഒരു ചോദ്യം. എനിക്ക് മനസ്സിലായി. നമ്മുടെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കർഷകർ റബ്ബർ കർഷകരാണ്. ഇതാണ് കൂടുതലും റബ്ബറിന്റെ ഒരു വരുമാനത്തെയാണ് നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് റബ്ബർ കർഷകർക്ക് സാമ്പത്തികം വളരെ കുറവായതിനാൽ നമുക്ക് അവർക്ക് വേണ്ടത്ര വളം ചെയ്തുകൊണ്ട് അവിടെ ഒരു കൂടുതൽ കറ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഇത് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവരെ ഒരു ജൈവവള കൃഷി സബ്സിഡി നിരക്കിൽ നൽകുന്ന ഒരു പദ്ധതി ഇവർ വന്നിട്ടുണ്ട്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതിക്കായി ഒരു പ്രൊപ്പോസൽ നമുക്ക് നൽകാനായിട്ട് സാധിക്കും സർക്കാരിൻ്റെ ഇതോടുകൂടി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ സർക്കാർ ഏറ്റവും നല്ലൊരു തീരുമാനം, മികച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ. 170-30 രൂപ കൂട്ടിക്കൊണ്ട് നമുക്ക് റബ്ബറിന് താങ്ങുവില ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ കർഷകർക്ക് ഒരു പരിധി വരെ ആശ്വാസകരമായിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി റബ്ബറിന് പ്ലാറ്റ്ഫോം ചെയ്യാൻ സാധിക്കും. 3 വർഷത്തിലൊരിക്കൽ കളവെട്ട് ചെയ്യാൻ സാധിക്കും, ഇടക്കയ്യാലകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മുടെ റബ്ബർ കർഷകർ ഇത് ചെയ്യണം. നമ്മുടെ അത്രയും അവർക്ക് ചെലവിനത്തിലാക്കാൻ പറ്റും, കൂലി ഇനത്തിൽ കുറേ ലാഭം കൈവരിക്കാൻ സാധിക്കും. അതൊക്കെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആവർത്തന കൃഷി, ഇടവിള കൃഷികൾ ചെയ്യാൻ സാധിക്കും. പ്ലാറ്റ്ഫോമിന് അതുപോലെ സർക്കാരിൻ്റെ സബ്സിഡി കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു അറിവില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ പഞ്ചായത്ത് എല്ലാവിധ ഭക്ഷ്യവിള, അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ നമുക്ക് റബ്ബർ കർഷകരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് കർഷകരെ കുറിച്ച് ഉള്ളത് നമുക്ക് നമ്മുടെ LDFന്റെ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നു കഴിഞ്ഞാൽ കർഷകരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യം പറഞ്ഞാൽ അതിനാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കി. വളരെ സന്തോഷം. എൻ്റെ ചോദ്യത്തിന് നല്ല മികച്ച രീതിയിൽ ഉത്തരം കിട്ടി. അപ്പം നമ്മൾ മൂന്നാമത്തെ ഒരു ചോദ്യം, താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ, നമ്മുടെ ഈ വെട്ടിക്കാനം വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി, നമ്മൾ മത്സരിക്കാൻ നിൽക്കുമ്പോഴേ ആ വാർഡിനെ കുറിച്ചും ആ വാർഡിലെ ജനങ്ങൾക്കും നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി കാണും. അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി ഉണ്ടെങ്കിൽ ഏതാണ്?
നിലവിൽ സ്വപ്ന പദ്ധതി പറഞ്ഞാൽ എന്റെ സ്വപ്ന പദ്ധതിയല്ല, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ടർഫാണ്, കളിസ്ഥലം. ഈ എംസ് കോളേജിന്റെ മുകളിൽ കൊടുത്ത് സ്ഥലം കിടപ്പുണ്ട്, അവിടെ ഒരു കളിസ്ഥലം, അല്ലെങ്കിൽ വാർഡിൽ എവിടെയോ അല്ലെങ്കിൽ മറ്റ് വാർഡുകളിൽ എവിടെയെങ്കിലും നടത്തിക്കൊണ്ടൊരു കളിസ്ഥലം ടർഫ്, അതാണ് ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി. അത് ഞങ്ങൾ ആദ്യത്തെ ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങളുടെ LDF ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ ഈ വാർഡിലെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 18.5 ലക്ഷം രൂപ, ജില്ലാ പഞ്ചായത്തിന് 10 ലക്ഷം രൂപയും, നമ്മുടെ സജിമോൻ പഞ്ചായത്ത് സജിമോന്റെ പിന്നെ തേമ്പുഴ ഈസ്റ്റ് മെമ്പർ ആയിരിക്കുന്ന നമ്മുടെ ഈ വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഒരു 8.5 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയുടെ റോഡ് പണി താഴെ നടക്കുന്നില്ല, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ജെസി ജോസ് ഇവിടെ 2 വാർഡ് മെമ്പർമാരുടെ സ്ഥലം ചേർത്താണ്. ഏറ്റവും പ്രാധാന്യമുള്ളത് കുടിവെള്ള പദ്ധതി, വെട്ടിക്കാലം കുടിവെള്ള പദ്ധതിയാണ്. അതിന് കുടിവെള്ളം ആവശ്യമായ വെള്ളം പിന്നെ ടൗൺ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിൽ അതുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ കൃത്യമായിട്ട് ഒരു റീഎസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് നിലവിലുള്ള വെട്ടിക്കാലം കുടിവെള്ള പദ്ധതിയുടെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ഒരു റീഎസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് എത്ര തുക ആവശ്യമായി വരും അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമായിട്ട് ഉടനടി മുന്നോട്ട് പോകും. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് ബിഷ്ണി സേനതി. ഞാൻ 11-ാം വാർഡ് വെട്ടിക്കാനം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. എല്ലാവരും എന്നെ, എല്ലാ സമുദായരും എന്നെ ചുറ്റിക്കരിവാൾ നക്ഷത്രം കൂട്ടത്തിൽ വോട്ട് ചെയ്ത് വിജയിക്കുന്നത് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ബ്ലോക്കിലെ സ്ഥാനാർത്ഥി കിരൺ രാജനാണ്. നമുക്കറിയാം CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായി നിരവധി രംഗങ്ങൾ നമുക്കറിയാം. പ്രളയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കിരൺ രാജനാണ് നമ്മുടെ ബ്ലോക്കിലെ സ്ഥാനാർത്ഥി. കിരൺ രാജനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജില്ലയിലേക്ക് കെ രാജേഷാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അതോടൊപ്പം തന്നെ മുൻ ജില്ലാ മെമ്പറും ആയ കെ രാജേഷ്. നമുക്കറിയാം 5 കൊല്ലം മുമ്പ് നിരവധി പദ്ധതികൾ കുട്ടികൾ പഞ്ചായത്ത് നടപ്പിലാക്കി. കുമാരി അനുപമ ഇരുന്ന കാലത്ത് ഏകദേശം 5 കോടിക്കടുത്തുള്ള പദ്ധതികളാണ് കുട്ടികൾ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. അതിനു മുമ്പ് തന്നെ കൃത്യമായ ഒരു അടിത്തറ നമ്മുടെ കുട്ടികൾ പഞ്ചായത്ത് കൃത്യമായ ഓരോ പദ്ധതികളുടെ അടിത്തറ ഇട്ട ഒരു വ്യക്തിയാണ് കെ രാജേഷ്. അതോടൊപ്പം തന്നെ ആസൂത്രണ കമ്മീഷൻ ബോർഡിൽ അതോടൊപ്പം തന്നെ അംഗമായിരുന്നു. അദ്ദേഹത്തിനും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് താഴ്മയാണ്.